റാപ്പർ വേടനെതിരെ ഉയരുന്ന അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ CPIM നേതാവും കേളുവേട്ടൻ പഠന കേന്ദ്രം ഡയറക്ടറുമായ KT കുഞ്ഞിക്കണ്ണൻ കഞ്ചാവും കള്ളും ഉപയോഗിക്കുന്ന ആളാണെന്ന് വരുത്തി ഒരാളുടെ രാഷ്ട്രീയത്തെയും നിലപാടുകളെ അപ്രസക്തമാക്കുന്നത് ശരിയല്ല എന്ന് KT കുഞ്ഞിക്കണ്ണൻ പറയുകയാണ്. കഞ്ചാവും കള്ളുമൊന്നും അടിച്ചു നടക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ KT, പക്ഷെ ഒരാൾ കഞ്ചാവ് അടിക്കുന്നു എന്ന് വരുത്തി അയാളുടെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും അപ്രസക്തമാക്കി കളയുന്നത് അത്ര ശരിയായ രീതിയല്ല എന്ന് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുകയാണ്. കഞ്ചാവും ലഹരി വസ്തുക്കളും സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നും നിയമാനുസൃതമായി അതിനെ നിയമപാലന ഉത്തരവാദിത്വമുള്ളവർ കർശനമായി തന്നെ നേരിടട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള വംശീയ അധിക്ഷേപവും അനുവദിക്കാൻ കഴിയില്ല എന്നും KT കുഞ്ഞിക്കണ്ണൻ പറയുകയാണ്. സംവിധായകൻ ജോൺ എബ്രഹാമും കഞ്ചാവും കള്ളുമെല്ലാം അടിച്ചിരുന്നുവെന്നും അതുകൊണ്ട് ജോൺ തന്റെ സിനിമകളിലൂടെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെയും ജനകീയമായ സൗന്ദര്യബോധത്തെയും ആർക്കെങ്കിലും തള്ളിക്കളയാനാകുമോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. സഹസ്രാബ്ദങ്ങളായി നിശബ്ദരാക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമായ മനുഷ്യരുടെ ശബ്ദമാകുന്നവരെ കുറ്റവാളികളാക്കി വേട്ടയാടുന്നത് വർണ്ണവംശ ഹിമയിലധിഷ്ഠിതമായ വ്യവസ്ഥകളുടെ ക്രൂര വിനോദം കൂടിയാണ് എന്നും അദ്ദേഹം പറയുകയാണ്. കറുത്തവരെ മയക്കുമരുന്നിന്റെ പേരിൽ വംശീയമായി വേട്ടയാടുന്ന അമേരിക്കൻ ഭീകരതയെ കുറിച്ച് സാക്ഷ അബ്രാം ശക്തി തന്റെ അമേരിക്കൻ ജയിൽ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. ഇന്നലെയാണ് വേടനെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൃപ്പൂണിത്തുറ പോലീസാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. വേടന്റെ കൂടെ മറ്റ് 9 പേർ കൂടി ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു. ഇവരിൽ ആരുടെ പക്കൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് എന്നുള്ള കാര്യം വ്യക്തവുമല്ല. വേടൻ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റ് ആയിരുന്നു ഇത്. ഞായറാഴ്ച രാത്രിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് സംഘം ഫ്ളാറ്റിൽ എത്തുകയായിരുന്നു. കഞ്ചാവ് കണ്ടെടുത്ത സംഭവത്തിൽ വേടന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം വേടനെ വിട്ടയക്കുമെന്ന റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് വേടന്റെ കഴുത്തിലെ മാലയിലെ പുലിപ്പല്ലിന്റെ പേരിൽ വനം വകുപ്പ് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തത്.